ഹലോ ഗായ്സ്. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാനും അമ്മാവനും കൂടി പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ചേച്ചിമാരിരുന്ന് ഫ്ലവേഴ്സൊക്കെ വിൽക്കണു. അപ്പോൾ പിന്നെ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്ത് പ്രൈസൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര കൂടിയ വില. അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പോയി. സ്ട്രീറ്റ് മൊത്തം ഫുൾ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സ്റ്റോള്. അപ്പോൾ ഞാൻ ഓർത്തു അവിടെ ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ നോക്കാം, എന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ ബിലീവ് ലൈക്ക് കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന്. ഇതെന്ന് വെച്ചാൽ ഇപ്പം വീഡിയോയിൽ എത്രമാത്രം ഇതുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി. ബിക്കോസ് ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ്, റെഡ്, വൈറ്റ്, മിക്സ്ഡ് ആൻഡ് ഇങ്ങനെ ഫുൾ കുറേ സ്റ്റോർ ചെയ്ത് കൊട്ടക്കണക്കിന് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാം നല്ല നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ആൻഡ് വളരെ ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടെന്നല്ലേ, ലൈക്ക് ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആവണം. സോ ഞാനതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കുറേ നല്ല എന്താ പറയുക റോസ് ബഡ്സും ലോട്ടസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഞാനും അമ്മാവനും അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ പോണ വഴി മൊത്തം ഇതേപോലത്തെ ഫ്ലവർ ഇതായിരുന്നു കേട്ടോ സ്റ്റോൾസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു, കാര്യം ഓഫീസ് ആൻഡ് സ്കൂൾ ടൈമിംഗ് ഒക്കെ ആയിരുന്നു. വീട്ടിൽ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മളിന്ന് വീണ്ടും ഓണം ഷോപ്പിംഗ്സിന് പോവാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓണം ഷോപ്പിംഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. പക്ഷേ കയറിയ പോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിക്കാരൻ ചെന്നപ്പോൾ അവിടെ കറണ്ടും ഉണ്ടായിരുന്നില്ല, പിന്നെ വീട്ടിലിരുന്ന പോലത്തെ കുറേ ഉടുപ്പൊക്കെ ആയിരുന്നു. സോ പിന്നെ നമ്മൾ നേരെ എറണാകുളം സൗത്തിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഹാൻഡ്ലൂം ഡ്രസ്സസും ഹോം മെയ്ഡ് പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ കയറി ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. ഈ കാണുന്ന TDM ഹാളിൽ വെച്ചാട്ടോ സുചിജിയുടെ അനീഷേൻ്റെ കല്യാണം കഴിഞ്ഞത്. സോ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഉണ്ണിയപ്പം, മുറുക്ക്, ചിപ്സ്, കൊണ്ടാട്ടം, പപ്പടം, അച്ചാർ അതിൻ്റെയൊക്കെ സെയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കാര്യം ഓണമൊക്കെ അല്ലേ. അങ്ങനെ ആൻറ്റിയും അമ്മയും ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ഫ്രഷ് ആയിട്ട് പായസമൊക്കെ കൊടുക്കണം. അപ്പം പിന്നെ ഞാനൊരു പാലട പായസത്തിന് ടോക്കണൊക്കെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഓണ സാധനങ്ങൾ വാങ്ങിച്ച് അല്ലെ എനിക്ക് പായസം കുടിക്കാൻ പറ്റും. പായസം കുടിക്കുകയാണെങ്കിൽ പക്ഷെ അമ്മയാണ് കുടിക്കുന്നത് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെറ്റ് മുണ്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കടയിൽ കയറി. നല്ല ആൾക്കാരും നല്ല ക്വാളിറ്റി സാധനമായിരുന്നു കേട്ടോ, അതും അറ്റ് വെരി റീസണബിൾ പ്രൈസ്. പിന്നെ നമ്മൾ ഓരോ സെറ്റ് മുണ്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അതിലപ്പോൾ നമുക്ക് ഈ കളർ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ എനിക്കൊരു സെറ്റ് മുണ്ട് നല്ല ഇഷ്ടമായി, നല്ലൊരു മെറൂണും ഗോൾഡനൊക്കെ കൂടി ചെക്സ് ആയിട്ട്. പക്ഷെ ഞാനത് ഉടുത്ത് വെച്ച് നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മ അത് അമ്മയുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ പോയ കടയാണെങ്കിൽ ലൈക്ക് വെരി വണ്ടർഫുൾ ആയിട്ടുള്ള അടിപൊളി കട, ലൈക്ക് ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ്സ് ഐറ്റംസ് ഉള്ളതും, അതായത് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോ ട്രൈബൽ പ്രൊഡക്ട്സ് ഉള്ളൊരു കടയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫുൾ ഈ രാജസ്ഥാൻ അങ്ങനത്തെ ഡൽഹിയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു. അയ്യോ എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ഇങ്ങനെ തപ്പി നോക്കുമായിരുന്നു എന്തൊക്കെയുണ്ട്. ഇങ്ങനെ തലയിൽ വെക്കുന്ന സാധനം, മാല, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അവിടെ നിന്ന്. അല്ലല്ല, ആക്ച്വലി ഞാൻ 2 വാങ്ങിച്ചു. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഒരു ബ്ലാക്ക് മാലയും പിന്നെ ഒരു റെഡ് മാല, അതിന് മാച്ചായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റൊക്കെ ഞാൻ എടുത്തു. അമ്മക്കും ഒത്തിരി ഇഷ്ടമായി. അമ്മ ഇങ്ങനെ എല്ലാം വെച്ചും ഇത് വേണോ, രസം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഇങ്ങനെ ഫണ്ണാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം കളഞ്ഞു. ബിക്കോസ് എല്ലാം ആക്ച്വലി നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. എല്ലാം കാണാൻ ഒരുപാട് വെറൈറ്റി കമ്മൽ, മാല,
നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം ഇങ്ങനെ മാറി മാറി വെച്ച് നോക്കി ഏതെടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മയുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കറക്റ്റ് ഒരു മാല കണ്ടുപിടിച്ചു ഞങ്ങൾ. തുറക്കത് ഹുക്ക് ഡ്രസ്സിന് കസ്റ്റമൈസ്. എനിക്ക് അമ്മേനെ കുറേ നിർബന്ധിച്ചിട്ട് അത് എടുക്കാം, പക്ഷെ അമ്മ വാങ്ങിച്ചില്ല. പിന്നെ കൈ നിറയെ കുറേ സാധനങ്ങൾ എനിക്ക് നല്ല ജയ്പൂർ കംഫർട്ടൊക്കെ കിട്ടി അവിടെ നിന്ന്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു കടയിൽ പോയിട്ട്, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഞങ്ങൾ നല്ല നോൺ വെജ് മീൽസ് കഴിച്ചു ഗൈസ്. കപ്പ, സമർച്ച, ചമ്മന്തി, പുളിയിഞ്ചി, അവിയൽ, some തോരൻ and some ഓലൻ. നല്ല അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല കറികളൊക്കെ ആയിരുന്നു, ഒരുപാട് കറികളുണ്ടായിരുന്നു. പിന്നെ മീനായിരുന്നെങ്കിലും നല്ല ഫ്രഷ് ആയിരുന്നു. ഓർഡർ ചെയ്ത് പക്ഷെ എനിക്ക് തിന്നാൻ പറ്റിയില്ല. അപ്പൊ അങ്കിളുടെ ഞാൻ തിരിച്ചു കാണിച്ചു തരാം. എന്നെ ഭീഷണിപ്പെടുത്തി ഇത് കഴിക്കി പൈസ കൊടുത്ത് മേടിച്ചിട്ട് കളയാൻ. ഞാൻ ഒരു പായസം കൂടി കുടിച്ച് അതങ്ങ് അവസാനിപ്പിച്ചിട്ട് ഞങ്ങളിത് നേരെ കല്യാൺ സിൽക്സിലേക്ക് പോയി ആൻറ്റിക്ക് കുറച്ച് സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സാരികൾ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി എനിക്കും കുറച്ച് സാരികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എനിക്ക് ഈ ഒരു ബ്ലൂ അല്ല, ഇതൊരു ഗ്രീനാണോ യെല്ലോ ആണോ എന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവരെ കൊണ്ട് വെച്ചൊക്കെ നോക്കിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഇത് ഇഷ്ടമായിട്ട് അങ്ങനെ ഇത് എടുക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. ഷീമാട്ടി എത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടോ നമ്മൾ. പിന്നെ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡ് ആയിരുന്നു ആ സമയം കൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തു. ആക്ച്വലി ഷീമാട്ടി നമുക്ക് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. അമ്മക്കുള്ള കുറച്ച് ഓഫീസ് വെയറൊക്കെ എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. സോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഓണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഓക്കെ, സോ ഇനി ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നാളെ ദുബായിക്ക് പോകാം. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.